മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ് ആണ്. ലൈവിൽ ഇപ്പോൾ നോബിൻ ബിന്നിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിന്നിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ശ്രമം ഉണ്ടെങ്കിലും പക്ഷെ അത് നോബിൻ അത് പറയുന്നില്ല. എന്നാൽ ചെറിയൊരു ക്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോബിനും ബിന്നിയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. മേക്കപ്പ് റൂമിൽ ഇരുന്നുകൊണ്ടാണ് കേട്ടോ ഇവർ രണ്ടാളും സംസാരിക്കുന്നത്. ഈ സമയത്ത് ബിഗ് ബോസ് ഇവരെ തന്നെയാണ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുത്തിത്തിരിപ്പ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. പുറമേ ആണെങ്കിലും ബിഗ് ബോസ് വീടിനകത്ത് മാത്രമല്ല പുറത്തും ബിന്നിക്ക് കുത്തിത്തിരിപ്പ് എന്നുള്ളൊരു പേരുണ്ട്. അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം നോബിൻ അവിടെ നടത്തുന്നത്. നോബിൻ പറയുന്നുണ്ട്, നീ കുത്തിത്തിരിപ്പൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിനക്ക് എന്തുകൊണ്ട് കുത്തിത്തിരിപ്പ് എന്ന് നിന്നെ പറയുമ്പോൾ നീ എന്തൊന്നും റിയാക്ട് ചെയ്യാതെ? നിനക്കത് പറഞ്ഞൂടെ? ഞാൻ അങ്ങനെ കുത്തിത്തിരിപ്പൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞൂടെ? ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് ഞാൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അതിനുള്ള കാരണമായിട്ട് ബിന്നി പറയുന്നത്, ഞാൻ പലപ്പോഴും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാറില്ല. ചിലപ്പോൾ ഞാൻ കുളിക്കാൻ പോകുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. ആ സമയത്ത് ഞാൻ പുറത്ത് വന്നിട്ട് ചോദിക്കും ആരോടെങ്കിലും എന്താ അവിടെ നടന്നതെന്നുള്ളത്. അപ്പോൾ അവർ പറയുന്ന അനുസരിച്ചിട്ട് ഞാൻ അതനുസരിച്ച് പ്രതികരിക്കും. അപ്പോൾ എന്താ, ഞാൻ കുത്തിത്തിരിപ്പാവും. അപ്പോൾ അവിടെ നടക്കാത്തൊരു സംഭവമായിരിക്കും, കള്ളമായിരിക്കും ഇവർ പറയുന്നത്. നമ്മളറിയില്ല, ഞാൻ അറിയാതെ പോയി ചോദിക്കും. അപ്പോൾ എനിക്ക് കുത്തിത്തിരിപ്പിൻ്റെ പേര് വരുന്നത്. ബിന്നിയെ സംബന്ധിച്ച് ബിന്നി അത് ഒരു വശം മാത്രം കേൾക്കുന്നത് കൊണ്ടല്ല ഇങ്ങനെ വരുന്നത്. രണ്ട് സൈഡും കേട്ടിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയില്ലല്ലോ. ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുമ്പോഴും ബിന്നി ബാത്റൂമിലായിരിക്കണമെന്നൊന്നുമില്ലല്ലോ. ബിന്നി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക വെച്ചാൽ അവിടെ ഇവിടെ നടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചോദിക്കും പറയും എന്നൊക്കെ ബിന്നി പറയുന്നത് നമ്മൾ ലൈവിൽ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ബിന്നി പറയുന്നത് എന്നെ കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം അതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. നോബിൻ പറയുന്നത്, നീ കഴിഞ്ഞ ഒരാഴ്ച നിന്നില്ലേ അതുപോലെ നിൽക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബിന്നി നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്, മുഖത്ത് നോക്കി പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ നിൽക്കുന്നതാണ് നോബിൻ ബിന്നിക്ക് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയാണ്, ഞാൻ കഴിഞ്ഞ ഒരാഴ്ച എങ്ങനെ നിന്നേ എനിക്കറിയില്ല, ഞാൻ എപ്പോഴും നിൽക്കുന്ന പോലെ തന്നെ നിന്നത്. ഇപ്പോൾ ചിലപ്പോൾ ബിഗ് ബോസ് പുറത്ത് ഔട്ട് ചെയ്തത് വേറെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും എന്തോ ബിന്നി പറയുന്നത്. ബിന്നി പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്നാണ്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ബിന്നി അടിപൊളിയാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അത് തന്നെയാണ് നോബിനും പറയുന്നത്. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ അവിടെ ഇവിടെയും പോയി പറയണ്ട, നീ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ബിന്നി നോബിനോട് പറഞ്ഞ് കരയാണ് കേട്ടോ. ആ സമയത്ത് നോബിൻ പറയുന്നുണ്ട്, നീ സ്ട്രോങ് അല്ലേടി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക്. വന്ന ആ സമയത്ത് ഒന്നും ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നീ ഭയങ്കര ആക്റ്റീവാണ്. അതുപോലെ നിൽക്ക്, അതുപോലെ കളിക്കുന്നൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബിന്നിക്ക് അത് മനസ്സിലാവാനുള്ള ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. അതനുസരിച്ച് തന്നെ പിന്നെ കളിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി നോബിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇവിടെയുള്ളവർ ആരെയല്ല നീ ബോധിപ്പിക്കേണ്ടത്. ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലതാണ്, പുറത്ത് പോയിട്ട് നീ ബോധിപ്പിക്കേണ്ടത് പ്രേക്ഷകരെയാണ്, അല്ലാതെ ഇവിടെയുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നീ കളിക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻസിയൊക്കെ നല്ലോണം ചെയ്യണം, നീ ഇവിടെ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കരുത്, ക്യാപ്റ്റൻസിയൊക്കെ നല്ലോണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്. എന്തായാലും ബിന്നിക്ക് കുത്തിത്തിരിപ്പ് എന്നുള്ളൊരു പേരുണ്ട്. ആ പേര് മാറ്റാൻ വേണ്ടി പരമാവധി നോബി ശ്രമിക്കുന്നുണ്ട്. നീ സ്ട്രോങ് ആയിട്ട് കളിക്കും, മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലാതെ അവിടെ ഇവിടെയും പോയി പറയരുത് എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ബിന്നി കളിക്കും. ബിന്നിക്ക് കിട്ടിയ പോലെ ഒരു അവസരം വേറെ ആർക്ക് കിട്ടും? എല്ലാ കാര്യങ്ങളും 2-3 ദിവസം ഉണ്ട് മനസ്സിലാക്കിയൊക്കെ എടുക്കാം. അങ്ങനെ മനസ്സിലാക്കി എടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. മനസ്സിലാക്കി എടുക്കുന്നതുകൊണ്ട് സ്ട്രോങ് ആയിട്ട് മുഖത്ത് നോക്കി കളിക്കട്ടെ. കുത്തിത്തിരിപ്പെല്ലാം മാറ്റി വെച്ച് കളിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ബിന്നി. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നോക്കാം ബിന്നി എന്തെങ്കിലുമൊക്കെ കളിയിൽ മാറ്റം വരുത്തുമെന്ന്. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.